ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ സ്വർണ്ണാഭരണ മോഷണം. നാലംഗ തമിഴ് സ്ത്രീകളുടെ സംഘം പിടിയിലായി. തമ്പാനൂർ പോലീസാണ് മോഷ്ടാക്കളെ മണിക്കൂറുകൾക്കകം പിടികൂടിയത്. മോഷ്ടിച്ച ഒരു മാല ഈ സംഘാംഗം വിഴുങ്ങി എന്നതാണ് മനസ്സിലാകുന്നത്. അനന്തരം വിവരങ്ങൾ വേണ്ട അനന്തൻ, സ്ഥിരം അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇത്തരം മോഷ്ടാക്കളെ സൂക്ഷിക്കണമെന്നൊക്കെ. പക്ഷേ ഇത്രയും തിരക്കിനിടയിൽ പലപ്പോഴും സംഭവിച്ചു പോകാം. എന്തായാലും പെട്ടെന്ന് തന്നെ ആളുകളെ പിടികൂടിയല്ലേ? ദിവിഷ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സാധാരണഗതിയിൽ ഈ മാലമോഷണമൊക്കെ പതിവാണ്. പക്ഷേ ഇത്തവണ അത് ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പക്ഷേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഒരു മാലമോഷണമാണ് ഇപ്പോൾ റിപ്പോർട്ടായിരിക്കുന്നത്. അത് ഇന്ന് ഉച്ചയ്ക്ക് ഈ ഭക്തരൊക്കെ നിൽക്കുന്ന സമയത്ത്, ഈ സംഭാരം കുടിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഭക്തരുടെ വേഷത്തിൽ തന്നെ എത്തിയ 4 സ്ത്രീകളാണ് ഈ മാലമോഷണം നടത്തിയത്. 2 പേരുടെ മാലയാണ് മോഷ്ടിച്ചത്. അതിൽ ഒരു മാല ഈ സംഘാംഗം വിഴുങ്ങുകയും ചെയ്തു, മറ്റൊരു മാല കൈവശം വെച്ചിരിക്കുകയും ചെയ്തു. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ തമ്പാനൂർ പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടി വല വിരിച്ചു. SHO ജിജുവിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. തമ്പാനൂരിൽ നിന്ന് തന്നെ ഈ 4 തമിഴ് സ്ത്രീകളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരിൽ ഈ മാല വിഴുങ്ങിയ സ്ത്രീയെ സ്കാനിങ്ങിന് വിധേയമാക്കും. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണമാല കണ്ടെടുത്തിട്ടുണ്ട്. മീന, റോസ്ലി, ശാന്തി, മീനാക്ഷി ഇവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ സ്ഥിരം മാലമോഷണ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്. ഇവിടെ വന്ന് മാല മോഷ്ടിക്കാറുള്ളവരാണ്. മാത്രമല്ല, ഇവരെ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് പലതവണ ഇവർ പേരുകൾ മാറ്റി പറയുന്നുണ്ട്. ഇപ്പോഴും ഈ പേരുകൾ തന്നെയാണോ ഇവരുടേതെന്ന് ഉറപ്പൊന്നുമില്ല. ഏതായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. മാല വിഴുങ്ങിയ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത മാല തിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ശരി.